നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം കൂടിയ മന്ത്രിസഭാ യോഗത്തിൽ ഇതുവരെ തുടർന്നു വന്ന നിയന്ത്രണങ്ങളിൽ ഇളവ് നൽകാൻ കുവൈറ്റ് മന്ത്രിസഭ തീരുമാനിക്കുകയായിരുന്നു. ഇതിൽ പ്രവാസികൾക്ക് കടുത്ത പ്രതീക്ഷയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കുവൈറ്റിൽ യാത്രാ നിബന്ധനകൾ ഏർപ്പെടുത്തിയ പുതിയ ഇളവുകൾ ആശ്വാസമാകുമെന്ന് കരുതിയ പ്രവാസികൾക്ക് നിരാശയാണ് ഉണ്ടായിരിക്കുന്നത്. ഫെബ്രുവരി 20 മുതൽ രാജ്യത്ത് നടപ്പിൽ വരുത്തുന്ന കോവിഡ് നിയന്ത്രണങ്ങളിലെ ഇളവുകൾ സ്വദേശികൾക്ക് മാത്രമേ ബാധകമാകൂ എന്നും വിദേശികൾക്ക് നിലവിലെ യാത്രാ നിബന്ധനകൾ തന്നെ തുടരുമെന്നും അധികൃതർ അറിയിച്ചതോടെയാണിത്. സിവിൽ ഏവിയേഷൻ അധികൃതരെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നാളെ, അതായത് ഞായറാഴ്ച മുതൽ കോവിഡ് നിയന്ത്രണങ്ങൾ കാതലായ ഇളവുകൾ നൽകാൻ കഴിഞ്ഞയാഴ്ച പ്രധാനമന്ത്രി ഷെയ്ഖ് സബാഹ് ഖാലിദ് അൽ ഹമദ് അസബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിക്കുകയായിരുന്നു. വാക്സിനേഷൻ പൂർത്തിയായവരെ യാത്രയ്ക്ക് മുമ്പും ശേഷവുമുള്ള PCR ടെസ്റ്റിൽ നിന്ന് ഒഴിവാക്കൽ, വാക്സിനേഷൻ പൂർത്തിയായവർക്കുള്ള യാത്രാവിലക്കിൽ ഇളവ്, ക്വാറന്റൈൻ വ്യവസ്ഥകളിലെ ഇളവുകൾ തുടങ്ങിയ മാറ്റങ്ങളാണ് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം പ്രഖ്യാപിച്ചിരുന്നത്. പതിവ് പോലെ തന്നെ സ്വദേശികൾക്കും വിദേശികൾക്കും ഈ ഇളവുകൾ ബാധകമാകുമെന്നായിരുന്നു കരുതിയിരുന്നതെങ്കിലും അവ സ്വദേശികൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയതായി സിവിൽ ഏവിയേഷൻ അധികൃതർ അറിയിക്കുകയുണ്ടായി. നാളെ മുതൽ നിലവിൽ വരുന്ന മാറ്റങ്ങളിൽ നിന്ന് വിദേശികളെ ഒഴിവാക്കിയതായി വ്യോമയാന അധികൃതർ വ്യക്തമാക്കിയ സാഹചര്യത്തിൽ പൂർണ്ണമായി വാക്സിൻ എടുത്ത പ്രവാസി യാത്രയ്ക്കും 72 മണിക്കൂറിനുള്ളിൽ നടത്തിയ PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിലവിലെ നിബന്ധന തുടർന്നും നിലനിൽക്കുമെന്നും ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ അൻബ പത്രം റിപ്പോർട്ട് ചെയ്തു. അതേസമയം പൂർണ്ണമായും വാക്സിൻ എടുത്ത സ്വദേശികൾക്ക് ഈ നിബന്ധന ബാധകമല്ല. അവരെ യാത്രയ്ക്ക് മുമ്പും ശേഷമുള്ള PCR ടെസ്റ്റ് നിബന്ധനയിൽ നിന്നും നാളെ മുതൽ ഒഴിവാക്കുന്നതായിരിക്കും. നേരത്തെ പ്രതീക്ഷിച്ചത് പ്രകാരം തന്നെ തീരെ വാക്സിൻ എടുക്കാത്തവരും ഭാഗികമായി മാത്രം വാക്സിൻ എടുത്തവരുമായ പ്രവാസികൾക്ക് നിബന്ധനകൾക്ക് വിധേയമായി രാജ്യത്ത് പ്രവേശനം ലഭിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി. വാക്സിനേഷൻ പൂർത്തിയാക്കിയ ആളുകൾക്ക് മാത്രമായിരിക്കും രാജ്യത്തേക്ക് പ്രവേശനം. 2 ഡോസ് പൂർത്തിയാക്കി 9 മാസം കഴിഞ്ഞവരെ കുവൈറ്റിൽ വാക്സിൻ പൂർത്തിയാക്കാത്തവരായാണ് പരിഗണിക്കുന്നത്. ഇവർ ബൂസ്റ്റർ ഡോസ് കൂടി എടുത്താൽ മാത്രമേ പൂർണ്ണ പ്രതിരോധ ശേഷിയുള്ളവരായി പരിഗണിക്കുകയുള്ളൂ. എന്നാൽ 2ാം ഡോസ് എടുത്ത് 9 മാസം കഴിയാത്ത പ്രവാസികൾക്ക് പ്രവേശനാനുമതി ലഭിക്കുന്നതാണ്. സ്വദേശികൾക്ക് വാക്സിൻ എടുക്കാത്തവരാണെങ്കിലും നിബന്ധനകൾക്ക് വിധേയമായി നാളെ മുതൽ രാജ്യത്തേക്ക് പ്രവേശിക്കാനും സാധിക്കുന്നതായിരിക്കും. എന്നാൽ 72 മണിക്കൂറിനുള്ളിൽ എടുത്ത PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന നിബന്ധനയോടെയാണ് തീരെ വാക്സിൻ എടുക്കാത്ത സ്വദേശികൾക്ക് ഈ ഇളവ് അനുവദിച്ചിരിക്കുന്നത്. ഇവർ കുവൈറ്റിലെത്തിയ ശേഷം 7 ദിവസം ക്വാറന്റൈനിൽ കഴിയണമെന്ന നിബന്ധനയും നൽകിയിട്ടുണ്ട്. 7ാം ദിവസം PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ ക്വാറന്റൈൻ അവസാനിപ്പിക്കാവുന്നതാണ്. ഭാഗികമായി വാക്സിൻ എടുത്ത സ്വദേശികൾക്ക് രാജ്യത്തെത്തിയ ഉടൻ ഹോം ക്വാറന്റൈനിലേക്ക് പോകണം. അവർക്ക് PCR ടെസ്റ്റിൽ നെഗറ്റീവ് ആകുന്നതോടെ ക്വാറന്റൈൻ അവസാനിപ്പിക്കാം. അതേസമയം പൂർണ്ണമായി വാക്സിൻ എടുത്ത കുവൈറ്റ് പൗരന്മാരെ ക്വാറന്റൈൻ നിബന്ധനകളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ വിദേശികൾക്ക് ഈ നിബന്ധന തുടരുന്നതായിരിക്കും. പൂർണ്ണമായി വാക്സിൻ എടുത്ത പ്രവാസികൾ കുവൈറ്റിലേക്ക് വരുമ്പോൾ തന്നെ PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് മാത്രമല്ല, രാജ്യത്തെത്തിയാലുടൻ ഹോം ക്വാറന്റൈനിൽ പ്രവേശിക്കുകയും വേണം എന്നത് നിർബന്ധമാണ്. 7 ദിവസമാണ് ഹോം ക്വാറന്റൈൻ കാലാവധി എന്ന് മാത്രമല്ല, ബൂസ്റ്റർ ഡോസ് എടുത്തവരാണെങ്കിലും 7 ദിവസത്തെ ക്വാറന്റൈൻ അവസാനിക്കുന്ന സമയത്ത് PCR ടെസ്റ്റ് നടത്തി ഫലം നെഗറ്റീവാണെന്ന് ഉറപ്പാക്കുകയും വേണം. കൂടാതെ സ്വദേശികളിൽ വാക്സിനേഷൻ പൂർത്തിയാക്കിയവർക്ക് ഹോം ക്വാറന്റൈൻ വേണ്ട. വാക്സിൻ എടുത്തില്ലെങ്കിൽ മാത്രമാണ് സ്വദേശികൾക്ക് ഹോം ക്വാറന്റൈൻ അനുശാസിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 6 വയസ്സ് മുതൽ പ്രായമുള്ള വിദേശി കുട്ടികൾക്കും രാജ്യത്തേക്ക് വരാൻ 72 മണിക്കൂർ നടത്തിയ PCR ടെസ്റ്റിലെ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് വേണമെന്ന ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ എയർലൈനുകൾക്ക് നൽകിയ സർക്കുലർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ സ്വദേശികളാണെങ്കിൽ 16 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് മാത്രമേ യാത്രാ നിബന്ധനകൾ ബാധകമാക്കുകയുള്ളൂ. അതിന് താഴെയുള്ള കുട്ടികൾക്ക് വാക്സിനേഷൻ, PCR ടെസ്റ്റ്, ക്വാറന്റൈൻ നിബന്ധനകളൊന്നും ബാധകമില്ല. കൂടാതെ രാജ്യത്തിന് പുറത്തേക്ക് യാത്ര ചെയ്യാൻ നിബന്ധനകൾ ബാധകമല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന രാജ്യത്തെ നിബന്ധനകൾ പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. ഫെബ്രുവരി 20 ഞായറാഴ്ച മുതലാണ് പുതിയ നിബന്ധനകൾ നിലവിൽ വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.